മൈക്രോസോഫ്റ്റ് അവരെ പുതിയതായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഡുവോ 2 ഇറക്കിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന മൈക്രോസോഫ്റ്റ് സർഫസ് ഡുവോ 2ന്റെ പ്രൈസ് ആൻഡ് സ്പെക്സ് ആണ്. ഇനി പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇതുവരെയും കൺഫേംഡ് ആയിട്ടില്ല. പക്ഷേ എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് 1.10 lakh ആണ്. അത് മാത്രമല്ല ഈ ഫോൺ ഇതുവരെയും റിലീസ്ഡ് ആയിട്ടും ഇല്ല. പക്ഷേ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിലീസ് ഡേറ്റ് വരുന്നത് October 21st, 2021 ആണ്. സാംസങ് ഗാലക്സി ഫോൾഡ് 2 ആൻഡ് 3നെ പോലെ ഇത് ഒരു ഫോൾഡിംഗ് ഫോണാണ്. മൈക്രോസോഫ്റ്റ് സർഫസ് ഡുവോ 2 ഒരു ടാബ്ലറ്റിനെ പോലെ ഇരിക്കുകയാണ്, പക്ഷേ അല്ല, ഇതൊരു ഫോണാണ്. ഇനി നമുക്ക് സ്പെക്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ അൺഫോൾഡഡ് സ്ക്രീൻ ഇഞ്ച് വരുന്നത് 43 inches ആണ്. ആൻഡ് ഫോൾഡഡ് 22 inch. ആൻഡ് പിന്നെ 90 Hz ഒരു അമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. HDR ആണ്. ആൻഡ് 800 nits. വെയ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിന് 284 grams ആണ് വരുന്നത്. ആൻഡ് പിന്നെ ഇതൊരു സ്റ്റൈലസ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാനോ സിം ആയിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 5.5 mm ആണ് അൺഫോൾഡഡ്. ആൻഡ് ഫോൾഡഡ് 11 mm. ഈ ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് Android 11ലാണ് വിത്ത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 ആൻഡ് 5G ആണ്. അന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈ എൻഡ് ഗെയിംസും പിന്നെ ഫോട്ടോഷോപ്പും എക്സെട്ര വെരി സ്മൂത്ത്ലി ചെയ്യാൻ പറ്റും. മെമ്മറിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കത്തില്ല. ആയിട്ട് തന്നെ 2 types ഓഫ് സ്റ്റോറേജ് ഓപ്ഷൻ വരുന്നുണ്ട്. 128 GB വിത്ത് 8 GB റാം. രണ്ടാമത്തേത് 256 GB വിത്ത് 8 GB റാം. പിന്നെ ഇത് ട്രിപ്പിൾ ക്യാമറ ആണ്. ആദ്യത്തേത് വൈഡ് ക്യാമറ 12 MP. രണ്ടാമത്തേത് ടെലിഫോട്ടോ ക്യാമറ 12 MP. തേർഡ് അൾട്രാ വൈഡ് ക്യാമറ 16 MP. അത് മാത്രമല്ല ഇതിന് 4K വീഡിയോസ് അപ് ടു 30 to 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും. ആൻഡ് ഫ്രണ്ട് ക്യാമറ 12 MP ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഫോണിൽ ചാർജിങ് ജാക്ക് കാണാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് 23 watts ആണ് വരുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്കൊരു USB Type-C ചാർജറും വേണ്ടി വരും ഇത് ചാർജ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ കളർ വേരിയൻസ് വരുന്നത് ഗ്ലേഷ്യറും ഒബ്സീഡിയനുമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫോൾഡബിൾ ഫോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഈ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ സ്ക്രീൻസ് ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആയിരിക്കും. അത് മാത്രമല്ല ഇത് പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിൻ തിങ് എന്തുവെന്ന് വെച്ചാൽ ഈ ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ പേര് കേൾക്കുമ്പോൾ ഈ ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് മാത്രമല്ല ഈ സ്ക്രീൻസ് തിന്നായിരിക്കും. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞു തന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഓൺ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ പോവാണ് ഈ ഫോണിനെ കുറിച്ച്. 2021 എനിക്ക് തോന്നുന്നില്ല ഈ ഫോൾഡബിൾ ഫോൺസ് നല്ലതായിരിക്കും എന്ന്. കാരണം ഈ സാംസങ് ഗാലക്സി ഫ്ലിപ്പ് ഫോൾഡ് അല്ലെങ്കിൽ എനി ഫോൾഡബിൾ ഫോൺസ് ഫോൾഡബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോൾഡബിൾ ഫോൺസിനെ ഒരു സ്ക്രീൻ ഗാർഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂല. അത് മാത്രമല്ല ഈ ഫോൾഡബിൾ ഫോൺസ് റിപ്പയർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതിൻ്റെ കൂടെ ഈ ഫോൾഡബിൾ ഫോൺസ് റിപ്പയർ ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കും. മൂന്നാമത്തത് ഈ ഫോൾഡബിൾ ഫോൺസ് നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ക്യാമറയിലല്ലായിരിക്കും വരുന്നത്. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ ഈ ഫോൾഡബിൾ ഫോൺസ് മേടിച്ചാൽ. ഈ പ്രോബ്ലംസ് മാത്രമല്ല ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സേ ലിസ്റ്റ് ചെയ്തോളൂ. ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും നെക്കി ഓളം വെക്കുക. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ. ഗൈസ്, അപ്പം ഇന്നത്തെ ഷൗട്ട് ഔട്ട് പോകുന്നത് റേഹാൻ റാസി, ജോബി ജോസ്, സുഹൈൽ മിർച്ചി, A4N പുത്തൂർ, കേരള ട്രക്ക് ലവർ. നിങ്ങൾക്കും ഇനി അടുത്ത ഷൗട്ട് ഔട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ്.